ഇന്ന് 2025 മെയ് 10 ഇന്ത്യയും ലോകവും അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട 20 വാർത്താ തലക്കെട്ടുകൾ ചുവടെ ചേർക്കുന്നു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം. ഓപ്പറേഷൻ സിന്ദൂർ. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ 3 വ്യോമസേനാ താവളങ്ങൾ മിസൈൽ ആക്രമണത്തിൽ തകർത്തതായി പാകിസ്ഥാൻ ആരോപിക്കുന്നു. പാകിസ്ഥാൻ അതിന്റെ ആകാശപാത താൽക്കാലികമായി അടച്ചിരിക്കുന്നു. പാകിസ്ഥാന്റെ പ്രതികരണം. പാകിസ്ഥാൻ ഓപ്പറേഷൻ ബുനിയാൻ അൽ മർസൂസ് എന്ന പേരിൽ പ്രതികാര ആക്രമണം ആരംഭിച്ചു. ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ ഡ്രോൺ ആക്രമണങ്ങൾ നടന്നതായി റിപ്പോർട്ടുകൾ. ജമ്മു ശ്രീനഗറിൽ സ്ഫോടനങ്ങൾ. ജമ്മുവിലും ശ്രീനഗറിലും ശക്തമായ സ്ഫോടനങ്ങൾ കേട്ടതായി റിപ്പോർട്ടുകൾ. പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള ഇന്ത്യയുടെ പ്രതികരണത്തിന്റെ ഭാഗമായ പാകിസ്ഥാന്റെ ഭീകരാക്രമണ സാധ്യത. ഇന്ത്യൻ പ്രതിരോധം ശക്തമായതിനാൽ പാകിസ്ഥാൻ ഭീകരാക്രമണങ്ങൾ നടത്താൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ. ഡ്രോൺ ആക്രമണങ്ങൾ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഡ്രോൺ ആക്രമണങ്ങൾ തുടരുന്നു. പാകിസ്ഥാൻ 77 ഇന്ത്യൻ ഡ്രോണുകൾ തകർത്തതായി അവകാശപ്പെടുന്നു. വിദ്യാഭ്യാസം. കേരള SSLC ഫലം. 2025 കേരള SSLC 10ാം ക്ലാസ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. 99.5% വിജയശതമാനത്തോടെ കണ്ണൂർ ജില്ല മികച്ച പ്രകടനം കാഴ്ചവെച്ചു. CBSE ഫലങ്ങൾ. CBSE 10ാം, 12ാം ക്ലാസ് ഫലങ്ങൾ മെയ് 8 മുതൽ 13 വരെ പ്രസിദ്ധീകരിക്കപ്പെടും. വിദ്യാർത്ഥികൾക്ക് CBSE results.nic.in, DigiLocker എന്നിവയിൽ ഫലങ്ങൾ പരിശോധിക്കാം. കീം ഫലം. കീം 2025 ഫലം ഉടൻ പ്രസിദ്ധീകരിക്കപ്പെടും. അവസാന ഉത്തരക്കടലാസുകളും പ്രതികരണ ഷീറ്റുകളും പുറത്തുവിട്ടു. അന്താരാഷ്ട്ര വാർത്തകൾ. ഇൻസ്റ്റാഗ്രാം പേജ് നിരോധനം. ഇന്ത്യയിലെ ഒരു പ്രമുഖ മുസ്ലിം ഇൻസ്റ്റാഗ്രാം പേജ് മെറ്റ നിരോധിച്ചു. സർക്കാർ നിയമങ്ങൾ ലംഘിച്ചതിനാൽ നടപടിയെടുത്തതായി കമ്പനി അറിയിച്ചു. ആചാരങ്ങൾ. നരസിംഹ ജയന്തി. നരസിംഹ ജയന്തി മെയ് 10 ആചരിക്കുന്നു. വൈശാഖ ചതുർദശി ദിനത്തിൽ നരസിംഹ മഹോത്സവം ആഘോഷിക്കുന്നു. മറ്റ് പ്രധാന വാർത്തകൾ. ഡൽഹി വിമാനത്താവളത്തിൽ പ്രവർത്തനം സാധാരണ നിലയിൽ തിരിച്ചെത്തി. യാത്രക്കാർക്ക് യാത്രാ ഉപദേശം നൽകപ്പെട്ടു. സുപ്രീം കോടതി. മാധ്യമങ്ങൾ എന്ത് ഡിലീറ്റ് ചെയ്യണമെന്ന് പറയുന്നത് നമ്മുടെ കടമയല്ലെന്ന് സുപ്രീം കോടതി ക്ലാരിഫൈഡ്. UNSC ഭീകര പട്ടിക. ഇന്ത്യ ലഷ്കർ-എ തയ്യബയുടെ മുന്നേറ്റ സംഘടനയായ TRFനെ UNSC ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ നൽകിയിരിക്കുന്ന വീഡിയോ കാണാം.